ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു പാസ്ത ഐറ്റമായിട്ടാണ്. ഇത് സോയ് ചിക്കൻ പാസ്ത. സോയ് ചിക്കൻ ഞാൻ നേരത്തെ ഒരു ഡിഷ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. സോയ് ചിക്കനെ നമ്മളൊന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ സെയിം കോൺസെപ്റ്റിൽ തന്നെയുള്ള സോയ് ചിക്കൻ്റെ ഒപ്പം പാസ്തയും കൂടി ഇട്ടിട്ടുള്ളൊരു ഡിഷാണിത്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പാസ്ത ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന മറ്റൊരു ഐറ്റം. വാ, നമുക്കുണ്ടാക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 2 ഒനിയൻ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം, 2 ഗാർലിക് ക്ലോവ്, പിന്നെ കുറച്ച് ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഹാഫ് പോർഷൻ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 ഇങ്ങനത്തെ ഒരു 2 ബൺസാണ് ഞാൻ പാസ്ത എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരത്തെ പോലെ തന്നെ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട പോലെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ബോയിൽ ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പത്ത് വയ്ക്കാം. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാം. നമുക്ക് സബോളയും ഈ ക്യാപ്സിക്കം നല്ല ചങ്ക് പീസസ് ആയിട്ട് അരിഞ്ഞ് വെക്കണം. സോ നമുക്കത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ക്യൂബ്സ് ആണ് കേട്ടോ. ക്യൂബ്സ് പോലെ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ചില്ലി ചിക്കനൊക്കെ വേണ്ടിയിട്ട് ചെയ്തില്ലേ, അതൊക്കെ പോലെ ആണ് ഒരു ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ക്യാപ്സിക്കം അതുപോലെ തന്നെ നമുക്ക് ക്യൂബ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഡെയിലി ചോറും കറിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതൊക്കെ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഓക്കെ, ഈ 2 ഗാർലിക് ക്ലോവ്സ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കാം. കുക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം കേട്ടോ. അധികം വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അതിന് മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊട്ടിത്തെറിയിട്ടാവും ചെറുതായിട്ട്. ആ ചിക്കൻ അതിൻ്റെ ആ പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വെളുത്ത കളറായിട്ട് വരണം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്നാവും, അധികം കുക്കിംഗ് ടൈം ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മുടെ നോർമൽ ചിക്കൻ കുക്ക് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് തന്നെയായി വരും. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന
ക്യാപ്സിക്കം സബോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നത് മൂടി വെച്ച് ഒന്ന് ഇതിലത്തെ വെള്ളം ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. തീ കുറച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അതിലത്തെ വെള്ളമൊക്കെ അത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോയ് സോസ് മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇത് സോൾട്ടഡ് സോയ് സോസാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാലൻസ് നമുക്ക് വേണമെങ്കിൽ ഉപ്പും കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് പാസ്ത ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകൂടി വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതൊരു നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് കേട്ടോ ഈ സോയ് സോസിൽ കുക്ക് ചെയ്തിട്ട് വരുമ്പോൾ. സോയ് ചിക്കൻ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഫ്ലേവർ എന്താണ്. സെയിം ആ ഫ്ലേവറിലാണ് ഇത് വരിക. ഓക്കെ, നമുക്കിതൊന്ന് ഒന്നും കൂടെ സിമ്മിലിട്ടിട്ട് ജസ്റ്റ് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്താ അവസ്ഥ. എന്താ നന്നായിട്ട് അതിൽ കിടന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നേരത്തെ ഞാൻ തിളപ്പിച്ച് വേവിച്ച് വെച്ചതാണ്. അതിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാനിതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒരല്പം വെള്ളമേ ഉള്ളൂ, ആ ഒരു സ്റ്റിക്കിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വളരെ മിനിമലായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ എരിവിന് വേണ്ടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് എരിവിൻ്റെ താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകാണ് ഇതിനകത്ത് കുറച്ച് പോവുക. പെപ്പറിനേലും പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് നല്ലത്. അപ്പോൾ പച്ചമുളക് 1-2 കട്ട് ചെയ്തിട്ട് കൊടുക്കുക നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട്. ഉപ്പ് ആവശ്യം വരില്ല, സോയ സോസിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട്. നിങ്ങളിപ്പോൾ അൺസോൾട്ടഡ് സോയ സോസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചില സോയ സോസിൽ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ അവസാനം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാതും കറക്റ്റ് ആയെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് അത് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനത് ഓഫ് ചെയ്യുകയാണ്. അതായത് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇതിനിരിക്കുമ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ട് കട്ടയാവും. എനിക്ക് ലഞ്ച് പാക്ക് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഇനി അതവിടെ തന്നെ കുറച്ചും കൂടെ കട്ടയാവും. അതാണ് ഞാൻ ഓഫ് ചെയ്യാൻ കേട്ടോ. നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നോക്കൂ, നല്ല അമേസിങ് ലുക്കല്ലേ. അമേസിങ് ലുക്ക് മാത്രമല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ നേരത്തെ സെർവ് ചെയ്തിട്ട് പോയല്ലോ ഇങ്ങനെ. നോക്കൂ മക്കളെ, നോക്കൂ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ കാണാൻ. ഇതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ടേസ്റ്റിയുള്ള അതിൻ്റെ ആവി പറക്കുന്ന പാസ്ത റെഡി ആയിട്ടുണ്ട്. കഴിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ലതല്ലേ? ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ഐഡിയയാണത്. ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബൈ, ടാറ്റാ.